ഇവിടെ ഇത് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമ്മുടെ കമ്പാരിസൺ ഇത് രണ്ടുമാണ്. ഏതാണ്? നിഫ്റ്റി ഫ്യൂച്ചറും ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ, ഇപ്പോൾ നമുക്ക് 85 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ 85 കുറച്ചുകൂടെ കുറഞ്ഞു. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. രാത്രി 2:30 മണിയാണെന്ന് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 2:30 അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 2:30 മണിയാകുമ്പോഴേക്കും ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ആകും. മോർണിംഗ് ജാപ്പാനീസ് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് അറൗണ്ട് 5 o'clock ആകുമ്പോൾ വീണ്ടും 5:30 ആകുമ്പോൾ വീണ്ടും നിഫ്റ്റി ഉണരും. നിഫ്റ്റിക്ക് ഉറങ്ങാനുള്ള സമയം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏതിനാ? ഗിഫ്റ്റ് നിഫ്റ്റിക്ക്. സോ അതുവരെ ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിനെ ക്യാച്ച് ചെയ്തിട്ട് ആ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചിട്ട് അത് എവിടത്തേക്ക് പാസ് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചേഴ്സിലേക്ക് പാസ് ചെയ്യും. ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണോ, ഈ ഫ്യൂച്ചർ ഇപ്പോൾ 510 425 നിൽക്കും. നാളെ രാവിലെ ഫ്യൂച്ചറിന് എന്ത് സംഭവിക്കും? ഫ്യൂച്ചർ ഈ പറയുന്ന ഇതേ രീതിയിലാണ്. നാളെ രാവിലെയാണ് നിങ്ങളിത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നാളെ രാവിലത്തെ ഫ്യൂച്ചർ എവിടെ പോയി നിൽക്കും? 25,509 ആണെങ്കിൽ ഇപ്പോൾ 25,425 നിന്നും 25,500 റേഞ്ചിൽ പോയി ഫ്യൂച്ചർ ഓപ്പൺ ആകും. അതേമാതിരി ആ ഡിഫറൻസ് ഫ്യൂച്ചറിനും ഗിഫ്റ്റ് നിഫ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതേ ഡിഫറൻസ് സ്പോട്ടിലും വർക്കാകും. അപ്പോൾ എന്താ മനസ്സിലാക്കുക? മുകളിലാണെങ്കിൽ സ്പോട്ട് എന്താകും? അപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആകും എന്നർത്ഥം. എത്ര പോയിൻ്റാണ് ഇവർ തമ്മിലുള്ള പോയിൻ്റ് എത്രയാണോ അത്രയാണ് ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.